ഇന്ന് നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ലെമൺ മൊയ്ത്തോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നല്ല സമ്മറിന് വേണ്ടിയിട്ട് നല്ല പെർഫെക്റ്റ് ഡ്രിങ്ക് ആണ്. അപ്പോൾ എൻ്റെ മക്കൾക്കെല്ലാം ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമല്ലേ? ഇഷ്ടം. അപ്പോൾ ഈ ഡ്രിങ്ക് എങ്ങനെയാണെന്ന് നമുക്ക് ചെയ്യാൻ നോക്കാം. ലെമൺ മൊയ്ത്തോന് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് നാരങ്ങേൻ്റെ സ്ലൈസസ് എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണം പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് പുതിനയില. പിന്നെ മധുരത്തിന് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ഷുഗർ സിറപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ക്രഷ് ചെയ്ത ഐസ് വേണം. പിന്നെ ഒരു സോഡ കൂടെ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നാരങ്ങേൻ്റെ പീസസും ഇഞ്ചി പച്ചമുളകെല്ലാം ഒന്ന് ക്രഷ് ചെയ്യണം. ഇഞ്ചി പച്ചമുളകെല്ലാം ക്രഷ് ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങ് ഇട്ടിട്ട് ക്രഷ് ചെയ്യാൻ പാടില്ല. നാരങ്ങേൻ്റെ തോലുമല്ലുള്ള ആ ഒരു കയ്പ്പ് രസം ഇതിനകത്ത് വരും. അതുകൊണ്ട് കുറച്ച് ക്രഷ് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു സെർവിങ് ജാറിലേക്ക് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇനി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് പുതിനയിലയാണ്. പുതിനയില ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. ഒരു 4-5 പീസസ് മതി, 4-5 ഇല മതി. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പുതിനയിലേൻ്റെ ആ റിഫ്രഷ്മെൻറ്റ് സ്മെല്ല് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഈ ഡ്രിങ്കിന്. അപ്പോൾ ആരെങ്കിലും ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് 6 ടേബിൾ സ്പൂൺ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡയറക്റ്റായിട്ട് പഞ്ചസാര ഇടുകയും ചെയ്യാം. അവിടെ ക്രഷ് ചെയ്ത ഐസും കൂടെ ചേർത്ത് കൊടുക്കട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് ഈ ഡ്രിങ്ക് ഒന്ന് വേരിയേഷൻ ചെയ്യാം. ഞാനിവിടെ സോഡ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രിങ്ക് ഇനി ഗാർണിഷ് ചെയ്താൽ മതി. ഞാനിവിടെ ഒരു പുതിനയെല്ലാം ചേർത്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടിപൊളിയായ ഈ ലെമൺ മൊയ്ത്തോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കൂടി അറിയിക്കണം. അപ്പോൾ നിങ്ങളെ ഈ ഐഡിയ അനുസരിച്ചിട്ട് ഇത് വേരിയേഷൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.